നമസ്കാരം. ജംബോ പ്ലംബിംഗ് ആൻഡ് വയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സോക്കറ്റ് ടെസ്റ്ററിനെയാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ കറണ്ട് ലീക്കേജ്, അതുപോലെ എർത്ത് ലൈന് ഒക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ, ലൈന് വോൾട്ട് ചെക്ക് ചെയ്യണമെങ്കിലൊക്കെ ഉള്ള ഒരു മാനുവലി ഒരു സോക്കറ്റ് ടെസ്റ്ററാണ്. അത് ടോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൽ വരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ സോക്കറ്റ് ടെസ്റ്റർ വരുന്നത്. ഇതിൽ നമുക്ക് ന്യൂട്രൽ, ഫേസ് റിവേഴ്സ്, ലൈന് റിവേഴ്സ്, ലൈന് എർത്ത്, ഇതൊക്കെ എല്ലാം കണ്ടിന്യൂറ്റി ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് നമുക്ക് തോന്നുന്നത്, ഇത് ഒരു ഇൻ്റർനാഷണൽ സോക്കറ്റ് ടെസ്റ്ററാണ്. അതായത് ഇത് പൂർണ്ണമായിട്ടും ഒരു സോക്കറ്റിൻ്റെ ഇന്നിലേക്ക് കയറുമ്പോഴാണ് ആ സോക്കറ്റിന് മെയിൽ ആൻഡ് ഫീമെയിലാണ്. ഇത് ഒരു മെയിലാണ്. ഒരു ഫീമെയിൽ സോക്കറ്റിലേക്ക് ഇത് കയറുമ്പോഴാണ് നമുക്കിവിടെ എർത്ത് കിട്ടുക. അല്ലാതെ നമുക്കിവിടെ എർത്ത് ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ എർത്ത് കൊടുക്കാതെ നമുക്കിത് RCCB നമുക്ക് ടെസ്റ്റ് ചെയ്യാനും കഴിയില്ല. അപ്പോൾ RCCB നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളിത് ഏകദേശം നമ്മളിവിടെ ഒരു എർത്ത് ടെർമിനൽ നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു സോക്കറ്റിൻ്റെ ഇതുപോലൊരു ഭാഗം ഒഴിവാക്കിയിട്ടൊരു ഫുൾ ത്രെഡ് എടുത്തിട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ്. ഇത് കുറച്ച് ഡീപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളെ പ്ലഗുകൾക്ക് ഡയറക്റ്റ്ലി ഈ ഹോളിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇത് നേരെ വന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഹോൾ വരുന്നുണ്ട്, ഒരു ചെറിയ ഒരു എർത്തിൻ്റെ ടെർമിനൽ. അപ്പോൾ ഈ ടെർമിനലിലേക്ക് നമുക്കിത് സ്യൂട്ടബിളായിട്ട് റെഡി ആവുള്ളൂ. അപ്പോൾ ഇതൊരു മാനുവലി സോക്കറ്റ് ടെസ്റ്ററാണ്. കൂടാതെ ഇവിടെ ഒരു LCD ഡിസ്പ്ലേ ഉണ്ടാവും, ഡിജിറ്റൽ ഡിസ്പ്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്നൊന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഒരു സോക്കറ്റ്, ഒരു പ്ലഗ് ഒരു 2 പ്ലഗുള്ള ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അത് ഒരു സ്നൈഡറിൻ്റെ RCCB ആയിട്ട് കണക്റ്റഡ് ആണ്. ലൈന് ഇന്നിവിടെ വന്ന് കയറുന്നു, ലൈൻ ഔട്ട് നേരെ പ്ലഗിലേക്ക്. എർത്ത് ഡയറക്റ്റാണ്, നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ട്. റെഡിയുള്ള ഒരു പ്ലഗ് പോയിന്റിലേക്ക് നമ്മളിവിടെ കൊടുത്ത് ഇത് സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നമ്മൾ RCCB ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ RCCB ഓണിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ സപ്ലൈ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ടെസ്റ്റ് ബട്ടണ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. പലരും ഈ ടെസ്റ്റ് ബട്ടണ് RCCB ട്രിപ്പ് ആവാൻ വേണ്ടിയുള്ള ഒരു സ്വിച്ചാണെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ശരിക്കും കറക്റ്റായിട്ട് ഇതിൻ്റെ മെക്കാനിസം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് മാത്രമാണ്. അല്ലാതെ എർത്ത് ലീക്കേജ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി വീഴുന്ന ഒരു സ്വിച്ചല്ല. മെക്കാനിസത്തിൻ്റെ പ്രോപ്പറായ വർക്കിങ്ങിന് മാത്രമാണ് ഈ സ്വിച്ച്. അപ്പോൾ നമുക്കിനി ഈ ഒരു ടെസ്റ്റർ ഇതിൽ കുത്താം. ആദ്യം ഞാനിത് ഊരിയിട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ന്യൂട്രലും ഫേസും അതിൽ ന്യൂട്രൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതാ നമുക്ക് ഓൾറെഡി ഇവിടെ ഫേസും കിട്ടിയിട്ടുണ്ട്. ഈ സെൻറ്ററിലാണ് എർത്ത്. 221 വോൾട്ട് ഇപ്പോൾ ലൈനിലുണ്ട്. അപ്പോൾ ഇതിലൊരിക്കലും നമുക്ക് ന്യൂട്രൽ എർത്ത് വോൾട്ട് ചെക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അത് ഞാൻ പറഞ്ഞു, മാനുവലി ഒരു സോക്കറ്റ് ടെസ്റ്ററാണ്. അപ്പോൾ നമ്മൾ ഇനി ഇത് കൊടുക്കണമെങ്കിൽ നമ്മളിതിൻ്റെ ഈ ടെർമിനലും കൂടി കൊടുക്കണം. ഈ ടെർമിനൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി ഇപ്പോൾ നമുക്ക് സപ്ലൈ വന്നു. ഇനി നമുക്ക് ടെസ്റ്റാണ്, നമ്മൾ RCCB ടെസ്റ്റാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ RCCB ടെസ്റ്റ് നടത്തുമ്പോൾ ട്രിപ്പാണോ അല്ലേ എന്നുള്ളത് നമുക്കിവിടെ അറിയാൻ കഴിയും. അതുപോലെ ലൈന് റിവേഴ്സ് ആണെങ്കിൽ ഇവിടെ പ്രത്യേകം കൊണ്ടത് ഓപ്പൺ ലൈന്, ഓപ്പൺ ന്യൂട്രൽ, ഈ
ഇൻഡിക്കേഷൻ മാർക്കുകളൊക്കെ വരുന്നത് ഓപ്പൺ ന്യൂട്രൽ വരുമ്പോഴാണ് ഈ ഇൻഡിക്കേഷൻ മാർക്ക് ഇവിടെ വരിക. അതുമാതിരി ലൈവ് റിവേഴ്സ് ലൈന് ന്യൂട്രൽ റിവേഴ്സ് എല്ലാത്തിൻ്റെയും ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചാണ് ഇതിവിടെ ഈ ഇൻഡിക്കേഷനൊക്കെ തെളിഞ്ഞ് വരിക. അപ്പോൾ ഇത് നമുക്ക് RCCB ഒന്ന് ട്രിപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ RCCB. അപ്പോൾ നമ്മൾ ഈ സോക്കറ്റ് ടെസ്റ്ററിൻ്റെ കൃത്യമായ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും ഇത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ഇൻഡിക്കേഷനും വർക്കിങ്ങും ഇതിലാണ് വരുന്നത്. ഈ 2 ഇൻഡിക്കേറ്റർ ഇതാണ് ഒരു കറക്റ്റ് മാർക്കിംഗ് എന്ന് പറഞ്ഞു വരുന്നത്. രണ്ടാമത്തത് ഇത് ഗ്രൗണ്ട് വന്നു കഴിഞ്ഞാൽ ന്യൂട്രൽ കിട്ടുന്നില്ലെങ്കിൽ ഈ സിഗ്നലാണ് വരിക. അതുപോലെ തന്നെ ഓപ്പൺ ന്യൂട്രലിന് ഈ സെൻറ്ററിലാണ് ഈ സിഗ്നൽ വരിക. അതുപോലെ ലൈനൊന്നും ഇല്ലെങ്കിൽ ഇൻഡിക്കേഷൻ ഒന്നും ബ്ലിങ്ക് ആവില്ല. അതുപോലെ ലൈന് റിവേഴ്സാണ്, ന്യൂട്രലും ലൈനും ഗ്രൗണ്ടും റിവേഴ്സ് ആണെങ്കിൽ ഈ ഇൻഡിക്കേഷനാണ് വരിക. അതുപോലെ തന്നെ ന്യൂട്രലും ഫേസും റിവേഴ്സ് ആണെങ്കിൽ ഈ ഇൻഡിക്കേഷനാണ് വരിക. അങ്ങനെ എല്ലാത്തിൻ്റെയും കറക്റ്റ് ഇൻഡിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം നമുക്ക് ഇതിൽ നോക്കിയാൽ തന്നെ നമുക്ക് റിവേഴ്സ് ആണോ, ഇത് ഗ്രൗണ്ട് ന്യൂട്രൽ ഉണ്ടോ, എർത്ത് ഉണ്ടോ എന്നൊക്കെ അറിയാം. എർത്തും ന്യൂട്രൽ റിവേഴ്സ് ആണോ, ലൈനും ന്യൂട്രൽ റിവേഴ്സ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഇൻഡിക്കേഷൻ കത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ വേണ്ടി പറ്റും. അത് കൂടാതെ അവരിവിടെ കറക്റ്റായിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് LCDയിൽ വരുമ്പോൾ ഇതൊക്കെ ഡിസ്പ്ലേയിലാണ് വരിക. ഇതുപോലെ മാനുവലായിട്ടുള്ള എഴുത്തല്ല വരിക. ഇത് കറക്റ്റ് ഡിസ്പ്ലേ തന്നെ, ഈ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേയിലാണ് ഈ ടെസ്റ്റർ വരിക. ഇത് പല കമ്പനികളിലും അവൈലബിൾ ആണ്. HTC എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കതിനെ പരിചയപ്പെടാം. ഇപ്പോൾ നമ്മൾ ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ RCCB ടെസ്റ്റ് ബട്ടണാണിത്. ഏകദേശം 30 മില്ലി ആമ്പറിലാണ് ഇത് ഇവിടെ എഴുതിയിട്ടുള്ളത്. പക്ഷേ നമുക്ക് 30-ലാണോ എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല, കാരണം ഇതൊരു മാനുവലാണ്. ഇതിനായിട്ട് നമുക്ക് ഡിജിറ്റൽ ഡിസ്പ്ലേ ഉള്ള ഇപ്പോൾ മീറ്ററുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിത് ടോട്ടലിൻ്റെ മീറ്റർ ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. ലോങ് പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമ്മളിവിടെ RCCB ട്രിപ്പ് ആവുന്നത് കാണാം. നമുക്കൊന്നുകൂടി ഇത് ഓൺ ചെയ്തിട്ട് ട്രിപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഈ സോക്കറ്റ് ടെസ്റ്ററിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. പക്ഷെ ഞാനിതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ തന്നെയാണ്. പക്ഷേ ഇതൊരു ഇൻ്റർനാഷണൽ സോക്കറ്റ് ആയതുകൊണ്ട് നമ്മളെ ആവശ്യങ്ങൾക്ക് ഇവിടെ ഒരിക്കലും ഇത് പോസിബിൾ അല്ല. കാരണം നമുക്ക് 16 ആമ്പിയർ പ്ലഗിൽ ഇത് കൊടുക്കാൻ കഴിയില്ല. അതിന് പിന്നെ നമ്മൾ എക്സ്ട്രാ സോക്കറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. ഇതെന്ന് പറഞ്ഞാൽ ഈ ടെർമിനലൊക്കെ പിന്നെ നമ്മൾ സോൾഡർ ചെയ്തതൊക്കെ ലെവലാക്കുകയൊക്കെ വേണം. അപ്പോൾ ഇതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കൂടാതെ തന്നെ നല്ല മാർക്കറ്റിൽ നല്ല LCD ഡിസ്പ്ലേ ഒക്കെ ഉള്ള സോക്കറ്റ് ടെസ്റ്ററുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആ സോക്കറ്റ് ടെസ്റ്ററിൻ്റെ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി.